ഹായ്, ഒരു കഥ പറയട്ടെ. എന്താണെന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടി +2 പഠിക്കുകയാണ്. +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഇങ്ങനെ അഭിനയിക്കാനൊന്നും ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ആൾ ഡാൻസൊക്കെ പഠിക്കുന്നുണ്ട്, നൃത്തനാടകമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു ആ കുട്ടിയുടെ കാലഘട്ടം. അവളുടെ അമ്മയ്ക്ക് അവളെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം. അഭിനയിച്ച് കാണാനും ഫിലിമിലൊക്കെ ആകുന്നത് കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ അവളുടെ വീടിനടുത്ത് ഒരു സിനിമ ഷൂട്ട്. അപ്പോൾ അതിൽ വന്ന ക്യാമറ ടീമിനോടൊക്കെ ഈ കുട്ടിയുടെ അമ്മ പറയുകയാണ്, മോൾക്ക് ഇങ്ങനെ എന്തൊക്കെ കഴിവുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഡാൻസ് പഠിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നിനക്ക് അവസരം കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ് ആ പാവം അമ്മ അങ്ങനെ എന്ത് ചെയ്യുന്നു, അവരോടൊക്കെ പറയുന്നു. ലാസ്റ്റ് അവർ ഇതിനകത്തൊരു പെൺകുട്ടിയുടെ റോളുണ്ട്, അത് നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ റോള് പറയുന്നു. അപ്പം ഈ പെൺകുട്ടിക്ക് ഇതിനോട് താല്പര്യമില്ലെങ്കിലും ശരി, അമ്മ പറഞ്ഞ് സെറ്റൊക്കെ ആക്കിയതല്ലേ, ചെയ്യാം, വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അത്രേ ഉള്ളൂ. അങ്ങനെ ആ സിനിമ ടീമുകൾ ആ കുട്ടിയുടെ മെഷർമെൻ്റൊക്കെ എടുത്ത്, ആ കുട്ടിക്ക് പട്ടുപാവാടയൊക്കെ എടുത്ത്, അതിന് ചേരുന്ന മാലയൊക്കെ വാങ്ങി, വളയൊക്കെ വാങ്ങി, എല്ലാം സെറ്റ് ചെയ്ത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ എല്ലാം സെറ്റായി, ഇനിയിപ്പോൾ ഷൂട്ട് നടക്കും എന്ന് തന്നെ ആണല്ലോ. ഓൾറെഡി അവർ പറഞ്ഞിട്ട് നോക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ. പിന്നെ അവർ അല്ലാതെ ഈ പെൺകുട്ടിയുടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നു, ഒക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി വിചാരിക്കുകയാണ് നടക്കും, ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഒരു പ്രതീക്ഷയൊക്കെ തോന്നും. വന്നത് കൊണ്ട് ശരി, അത് നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ, ചിന്തിച്ചിരിക്കുമല്ലോ. അങ്ങനെ ആ കുട്ടി ചിന്തിക്കാനും ഒക്കെ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിവരമില്ല. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ആ ടീമിലുള്ള ഒരാൾ, അതായത് ഇവരുടെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, ഒരു സൈഡിൽ നടന്നു പോകുന്നുണ്ട്. കുറേയൊക്കെ ആയിട്ടും ഈ കുട്ടി സ്കൂളിലൊക്കെ പോയി പഠിച്ചിട്ടും ഒക്കെ വരുന്നുണ്ട്. ആ കുട്ടിയുടെ വീടിനടുത്തുള്ള ഷൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഇതങ്ങോട്ട് വരുന്നില്ല. ബാക്കിയെല്ലാ കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം അവർ സെറ്റാക്കിയൊക്കെ വെച്ച് കഴിയുകയും ചെയ്തു. കുട്ടിയുടെ മെഷർമെൻ്റൊക്കെ എടുത്ത് അവിടെ അടുത്ത് തന്നെ തയ്പ്പിക്കാനും ഒക്കെ കൊടുത്ത്. പിന്നെ ആ കുട്ടിയുടെ വീട്ടുകാർ തിരക്കിയപ്പോഴാണ് അറിയുന്നത് പ്രൊഡ്യൂസറിൻ്റെ മോൻ്റെ പെയറായിട്ടായിരുന്നു ഈ കുട്ടി ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രൊഡ്യൂസറിന് ഒത്തില്ല, ആ പെൺകുട്ടി ഒത്തില്ല. എന്ന് വെച്ചാൽ ആ സാറിൻ്റെ മോൻ്റെ അത്രയും ഗ്ലാമർ ഈ പെൺകുട്ടിക്കില്ല, അതുകൊണ്ട് ചേരില്ല, തോന്നുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ഇതായിരുന്നു ഒക്കെ. ആ സമയത്തൊരു വിഷമമൊക്കെ തോന്നി. നമ്മളെ ആ പെൺകുട്ടി ഡിഗ്രേഡ് ചെയ്യുകയാണല്ലോ, അതിൻ്റെ ഒരു വിഷമം തോന്നുമല്ലോ, സ്വാഭാവികം. അതൊക്കെ ഉള്ളൂ എന്നിങ്ങനെ ഞാനത് ഓർത്തു. ആ പെൺകുട്ടി ഞാനാണ്. അപ്പോൾ അന്ന് +2 പഠിക്കുന്ന സമയത്ത് നടന്ന കാര്യമായിരുന്നു. അപ്പോൾ ഇന്നിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന ടൈമിൽ ഞാൻ ഓർമ്മ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന്.